സാർ ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എങ്ങനെ ഒപ്പിച്ചു? അതൊക്കെ രഹസ്യമാണ്. എന്നാലും മെഡിക്കൽ ബോർഡിന്റെ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് ഒപ്പിക്കുന്നത് നിസ്സാര കാര്യമല്ലോ സാർ. എന്റെ ജൂനിയേഴ്സ് ആയി പോയില്ലേ, പറഞ്ഞുതരാം. ലക്ലി ദ അക്യൂസ് പാർട്ടി വാസ് യൂസിങ് എ മെഡിസിൻ ഫോർ ദ പാസ്റ്റ് 5 years. അയാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ മരുന്ന് ബുദ്ധിഭ്രമത്തിനും പ്രിസ്ക്രൈബ് ചെയ്യാവുന്ന മെഡിസിൻ ആണെന്ന് ഞാൻ മനസ്സിലാക്കി. ആ പോയിന്റ് സ്ട്രെസ് ചെയ്താണ് മെഡിക്കൽ ബോർഡിനെ കൊണ്ട് ഇത് അപ്രൂവ് ചെയ്യിച്ചത്. ആരോടും പറയരുത് കേട്ടോ. താൻ കുറെ കാലമായോ ശ്യാംസാൻ ഡ്രൈവറായിട്ട്? സാർ കുറച്ച് നാളായിട്ട് ഒരു ഡൗട്ട് ചോദിക്കണമെന്ന് വിചാരിക്കാൻ. സാർ ഈ ജയിക്കേണ്ട പോയിന്റ്സ് മാത്രം എങ്ങനെയാ തപ്പിയെടുക്കുന്നത്? 3-4 വർഷമായില്ലേ രണ്ടുപേരും എന്റെ കൂടെ ആയിട്ട്. എന്നിട്ടും ഒരു താൻ ആ കേസിന്റെ നോട്ടീസ് പോസ്റ്റ് ചെയ്തോ? അത് അന്ന് തന്നെ വാദിക്ക് പോസ്റ്റ് ചെയ്തല്ലോ. എടോ വാദിക്കല്ലോ, പ്രതിക്കല്ലേ പോസ്റ്റ് ചെയ്യേണ്ടത്? അല്ല സാർ ഒന്നും പറഞ്ഞില്ലേ വാദിക്കണോ പ്രതിക്കല്ലേ? രണ്ടുപേരും കൊണ്ട് വലിയ ബുദ്ധിമുട്ടായി കേട്ടോ. നമസ്കാരം സർ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. അതൊക്കെ പറയടോ. തനിക്ക് തലയ്ക്ക് സുഖമില്ലെന്ന് വാദിച്ച ആ കേസ് ജയിച്ചിരിക്കുന്നത്. പിന്നെ ഇതൊരു ശീലമായി പോരുത് കേട്ടോ. ഏത് സർ? മർഡർ, കൊലപാതകം, സത്യം പറഞ്ഞാൽ തൂക്കിക്കൊല്ലേണ്ട കേസാ. അല്ല സർ, ഒരു അബദ്ധം. എന്തോന്ന് അബദ്ധം? നാട് റോഡിൽ ഇട്ട് തന്നെ ചറവറ കുത്തുന്നതാണ് അബദ്ധം. സർ, എന്റെ പെങ്ങളെ ആ ദുഷ്ടൻ. വൈകുന്നേരത്തെ എവിടെ കാണാം സർ? വൈകുന്നേരോ? അത് മാത്രമല്ല, ഫസ്റ്റ് റാങ്ക് വായിച്ച ഞാൻ LLB പാസ്സായത്. അല്ല രാവേട്ടാ? ഏത് റാങ്ക്? ഫസ്റ്റ് റാങ്ക്. ആ, മിടുക്കൻ. അതുകൊണ്ട് ഈ കേസിന്റെ കാര്യം പറഞ്ഞൊന്നും എന്നെ വരട്ടരുത്. 95%, അതായത് 95% ഞാൻ വിജയിച്ചിട്ടേ ഉള്ളൂ. പറഞ്ഞു കൂടേ. അതെ അതെ, ഞങ്ങളുടെ ബോസായോണ്ട് പറയല്ല. നിയമത്തിന്റെ കാര്യത്തിൽ സാറ് അതോറിറ്റി തന്നെയാ. സാറ് കോടതി വാദിക്കുന്നത് കാണാൻ തന്നെ എത്ര ഒരു കൂടുമെന്ന് അറിയാമോ? രാജകലയല്ലേ, ജീനിയസാ. ഓവറാക്കാതെ. ജൂനിയേഴ്സ് ആണെന്ന് കരുതി ഞാൻ തരുന്ന സ്വാതന്ത്ര്യം മിസ്യൂസ് ചെയ്യരുത്. ചെയ്യൂ? അല്ല ചെയ്യൂല. സ്മോൾ വഴി, സ്മോൾ വഴി. ഇതേത് രാഗമാണെന്ന് അറിയോ? എനിക്ക് ഒരു പിടിയുമില്ല. പിടികാണില്ല. അല്പം സ്വല്പം വിവരമുള്ളവർക്ക് സംഗീതം മനസ്സിലാവൂ. അല്ലേ രാവേട്ടാ? അതെ അതെ. പ്രകാശ് മതി, വളരെ കൂടുതലായി. ഏയ് എന്റെ കൈമൾ സാറേ, ഫുൾ ടാങ്ക് അടിച്ചാലും ഒരു കുഴപ്പമില്ല. നല്ല കണ്ടീഷൻ ബോഡിയാ. പ്രകാശ് വന്നേ. ടക്കെന്നൊരു സ്മോൾ വഴി. എന്തായി? നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ കേസിനെ അത്ര ലൈറ്റായി ഞങ്ങൾക്ക് കാണാൻ കഴിയും. സോറി ബ്രദർ, ഇത്തരം സീരിയസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് സ്പോയിൽ ചെയ്യാനുള്ളതല്ല ഈ ഈവനിങ്. പ്രകാശ് തെറ്റിദ്ധരിക്കരുത്. ആ SP രാജശേഖരൻ നമ്മളെ ട്രാപ്പ് ചെയ്ത് അടങ്ങുമെന്ന മട്ടാണ്. അതൊക്കെ എനിക്ക് വിട്ടു തന്നേരെ. ഐ വിൽ മാനേജ് ഇറ്റ്. ഇതിനേക്കാൾ കുഴപ്പം പിടിച്ച കേസുകളിൽ നിന്ന് ഞാൻ നിങ്ങളെ ഊരി തന്നിട്ടില്ലേ? പിന്നെ ഇത് നോ പ്രകാശ്, ഇത്തവണ തെളിവുകളെല്ലാം നമുക്കെതിരാണ്. അത് ഓർമ്മ വേണം. പ്രതികൂലമായിട്ടുള്ള തെളിവുകൾ അനുകൂലമായിട്ടുള്ള തെളിവുകളാക്കി മാറ്റും. ദാറ്റ് ഈസ് അഡ്വക്കേറ്റ് ശ്യാം പ്രകാശ്. മോനെ ഒന്ന് സമാനിപ്പിച്ചോണ കൈമൾ സാറേ. ഗുഡ് നൈറ്റ്. ഞങ്ങൾ പോട്ടാ. അല്ല ഇവര് നിങ്ങൾ എങ്ങനെ പോകും? ഞങ്ങൾ ഓട്ടോയിൽ പോകോളാം. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ശരി, നിങ്ങൾ ഓട്ടോ പോയി. അത് ശരിയല്ല. അത് ശരി, നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങളൊരു ഓട്ടോ പോയിക്കോ. നമ്മളെങ്ങനെ പോവും? നമ്മൾ കാറ് പോവും. ആര് ഡ്രൈവ് ചെയ്യും? ഞാൻ ഡ്രൈവ് ചെയ്യും. അത് ശരി. ഇത് നല്ല പ്രവണത. കള്ളു കുടിക്കുന്നവരെ ഞാൻ ഓട്ടണം, കള്ളു കുടിച്ചാൽ കുട്ടനെ ഓട്ടണം. ഈശ്വരനാണ് സത്യം. ഇത് ഞാൻ അമ്മയോട് പറഞ്ഞില്ലെങ്കിൽ എന്നെ പട്ടിനെ വിളിക്കുന്നത് വിളിച്ചോ. കൊറേ ഞാൻ സഹിക്കുന്നു, കൊറേ ഞാൻ സഹിക്കുന്നു. ശരി, ഞാൻ ഓടിക്കുന്നില്ല. ഞാൻ ഓടിക്കുന്നില്ല. പറയുന്നത് മനസ്സിലാക്കി. അങ്ങോട്ട് വാ. ഞാൻ ഓടിക്കുന്നില്ല. അങ്ങോട്ടിരിക്കും. അവിടെ ഇരിക്കും കേട്ടാ. മുതിർന്നവര് പറയുമ്പോ മനസ്സിലാക്കണം. ഇത് എന്തൊരു സങ്കടമാണ് പറഞ്ഞാലും. അയ്യോ വൈപ്പർ വഴി മഴ പെയ്താ പിന്നെ അപ്പ ഇടണ്ടല്ലോ.
പിന്നെ കാറിന്റെ ഹെഡ്ലൈറ്റ് ഓണാണ്. ആരുടെ? ആരുടെ? എന്റെ കാറിന്റെ ഹെഡ്ലൈറ്റ് ഓണാണെന്ന്. എവിടെ? എന്താ ചെയ്യ ഭഗവാൻ, ആ. ഇതാ സ്വിച്ച് ഇവിടെ. ഇപ്പൊ എന്താ ചെയ്യേണ്ട? ഓഫ് ഓഫ് ചെയ്യണം? ചെയ്യണോ? അത് പറഞ്ഞാ പോരെ? ഞാനതല്ലേ പറഞ്ഞത്. ഉം. ആ, എടി. പൊടി. ഓ. ആ, ഇതിന്റെ സ്വിച്ച് ആര്? ഇതിന്റെ സ്വിച്ച് എവിടെയാന്ന്? ഓ സ്വിച്ച് ഇതാ ഇവിടുന്ന് രണ്ടാമത്. ഇതാ. അയ്യോ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് പോരെ. വാ. മതി. എങ്ങോട്ടാ എങ്ങോട്ടാ? ദാ, വീട് ഇവിടെ ഇങ്ങോട്ടാ. അയ്യോ, എന്നെ വഴി അയ്യോ. പഠിപ്പിക്കല്ലേ? എനിക്കറിയാം. അല്ല, അങ്ങനെ എനിക്കറിയാം. എത്ര പൂച്ചട്ടിയാ പൊട്ടിച്ചത്? ആരെ? പൊട്ടേ. അതെ, ആ. അശ്രദ്ധയോടെ വണ്ടി ഓടിച്ചാൽ ഉണ്ടാകുന്ന കുഴപ്പം രാഘവേട്ടനെ മനസ്സിലാക്കി തരാനാ ഞാൻ അങ്ങനെ ഓടിച്ചത്. ഞാൻ വണ്ടിയിലിരുന്ന് സ്വർഗം കാണിയിരുന്നു. എന്നിട്ട് എങ്ങനെയുണ്ട് സ്വർഗം? കൊള്ളാം. കൊള്ളാം കൊള്ളാം ഏ? കൊള്ളാം കൊള്ളാം. നമ്മൾ എപ്പോ വണ്ടി ഓടിച്ചാലും നല്ല കെയർഫുൾ ആയിട്ട് ഓടിക്കാവുള്ളൂ. ആ. ദൂരെ നിന്നൊരു വണ്ടി വന്ന ഇങ്ങോട്ട് തിരിച്ചിട്ട് അങ്ങോട്ട് തിരിച്ചിട്ട് അങ്ങനെ സ്ട്രെയിറ്റ് ആയി അങ്ങ് ഓടിക്കണം. ആ ആ ആ പേടിപ്പിക്ക. ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ. വരൂല വരൂല. ആ, വേണ്ട വേണ്ട. വായ കഴിട്ട് കീറുന്നോ? എന്തൊരു സങ്കടം. ഇവിടെ വാ, ഇങ്ങോട്ട് നടക്ക്. തള്ളണോ? അമ്മ അമ്മ അമ്മ. അയ്യോ, ഇതാ പോണ, ഇതാ പോണ. ഈ കണ്ട പൂച്ച അവിടെ അറിവും, അവിടെ കേട്ടോ. ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ. എന്താ ക്ഷീണിച്ചോ? അങ്ങനെ ക്ഷീണിക്കത്തൊന്നുമില്ല. അതെന്താ ക്ഷീണിക്കുന്നറിയാവോ? ഏ? അതിന്റെ രീതി ചെയ്യണം. ഇത് ശരിയല്ല. ആഹാ. ഇതാ നോക്ക്, ഇതാ ചെസ്റ്റ്, ആ. ഹാൻഡ് ഇങ്ങനെ പിടിക്കണം, കണ്ട ഹിപ്പ്, ലുക്ക് ഇങ്ങനെ ആയിരിക്കണം. എന്നാ ഒന്ന് ചവിട്ടി കാണിച്ചേ. എന്ത്? വാ. എനിക്ക് ചവിട്ടി കളിക്കാൻ സമയമില്ലെന്ന്. കളിക്കാൻ അടുക്കള പണി വെറുതെ. അയ്യോ, അമ്മേ. ആഹാ. വെറുതെ മനുഷ്യൻ. ഈ കപ്പ- അവിടെ ഇരിക്ക്. അമ്മേ. ആ, അവിടെ. ഗുഡ് മോർണിംഗ് മദർ. കാപ്പി. എന്താ ഒരു ഗൗരവം? ഇന്നലെ ഞാൻ വന്നതൊന്നും അറിഞ്ഞില്ല. ഭയങ്കര ഉറക്കമായിരുന്നു. ഇതൊന്നും അത്ര ശരിയല്ല കേട്ടോ. നീ ഇന്നലെ എത്ര മണിക്കാ വന്നേ? ഞാനൊരു 10 മണിയായി കാണും അല്ലേ? 10, 10:30, 10:30, 11 മണിയായി. 11. ഒരു 11:30, 12 ആയി കാണും. അവിടെ ഉറപ്പിക്കാം. എടാ, ഇവൻ ഇന്നലെ പൊട്ടിച്ച പൂച്ചട്ടികളും ടേബിൾ ഡാമും നീ എവിടെയാ ഒളിച്ചു വെച്ചിരിക്കുന്നത്? പൂച്ചട്ടികള് പൂച്ച. ഓ, എന്തൊരു രാഗവിസ്താരമായിരുന്നു. അല്ല, ഈ അർദ്ധരാത്രിയിൽ അയൽക്കാർക്ക് ശല്യം ഉണ്ടാക്കുന്നവർക്ക് എന്ത് വകുപ്പാ നിന്റെ ശിക്ഷാ നിയമത്തില്? അമ്മേ, അത് പിന്നെ കൈമൾ സാർ വളരെ വേണ്ട നിർബന്ധിച്ചപ്പോ. വേണ്ട വേണ്ട വേണ്ട. നീ ആരുടെ മേലും പഴി ചാരണ്ട. ഇത് കുറച്ച് കൂടുതലാവുന്നുണ്ടെന്ന് നിനക്ക് തന്നെ തോന്നുന്നില്ലേ? തോന്നുന്നുണ്ട്. സോറി അമ്മേ, വെരി സോറി. ഇന്നലെ ഡോസ് അല്പം കൂടി പോയി. ഇത് അമ്മയെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. വേണ്ട, അല്ല, വേണ്ട. അല്ല, അല്ല, നിന്റെ സത്യം ഒന്നും അമ്മ എനിക്ക് ഇത് കേൾക്കുകയേ അമ്മ ഇത് വേണ്ട. കേൾക്കണം. ഇന്ന് മുതൽ ഉം. ഞാൻ ഉം. മദ്യപാനം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാനൊന്നും പോകുന്നില്ല. അല്ല അല്ല, പൊയ്ക്കോ അമ്മ അവിടുന്ന്. അങ്ങനൊന്നും പേടിക്കണ്ട. ഞാൻ അതിന്റെ ഡോസ് കുറയ്ക്കും. കണ്ടാ കണ്ടാ, ഇതാ ഞാൻ പറഞ്ഞത്. നോക്കിയേ അമ്മ, ഈ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. നോക്കിയേ, ശരിക്കും നോക്കിയേ. പോടോ അവിടുന്ന്. പോയി കുളിച്ച് റെഡിയാകും. നന്നായി. കുഞ്ഞിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ 2 വർത്താനം പറഞ്ഞത് വളരെ നന്നായി. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊരാവശ്യമാണ്. നീ വലിയ വർത്തമാനം ഒന്നും പറയണ്ട. അവനെ വഷളാക്കുന്നതിൽ നിനക്കും ഉണ്ടൊരു പങ്ക്. ഇത്രയും പറഞ്ഞോണ്ട് ചോദിക്കുക, സാറ് സ്വല്പം കഴിക്കും, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി സ്വല്പം കഴിച്ചാൽ തന്നെ അത് ജോലിയെ ബാധിക്കുന്നില്ലല്ലോ. ഇനി അഥവാ ജോലിയെ ബാധിച്ചാൽ തന്നെ എന്താണമ്മേ, ഞാൻ അതിന് കൂട്ടു നിൽക്കുവോ? പൊയ്ക്കോ അവിടുന്ന്.
അമ്മേ അതെ വേണ്ട